ഇത് കണ്ടങ്ങള് ആവോലി ആദ്യമായിട്ടാണ് മീനൊക്കെ കഴുകുന്നുണ്ട്. നാല് ലോബ്സ്റ്റർ. അതേതാ മീന്? ഷാഫിയോ? അങ്ങനെ മീനുണ്ട്. വെൽക്കം ബാക്ക് അഗൈൻ. ഷർഫ് വിത്ത് നസീം. ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ വന്നിട്ട് ഇന്നെ നേരെ ദുബായിൽ നിന്ന് നേരെ പിക്ക് ചെയ്തിട്ട് അജ്മാൻക്ക് എത്തി. അപ്പോൾ വരുന്ന വൈക്കുന്ന വാങ്ങിച്ച മീനുകളായിട്ട് ഈ കണ്ട് ഇപ്പോൾ ഇതുവരെ നമ്മൾ കഴുകി വൃത്തിയാക്കിയത്. ആദ്യമായിട്ടാണ് മീൻ ഇങ്ങനെയൊക്കെ വൃത്തിയാക്കേണ്ടത് തന്നെ. പിന്നെ വല്ലാണ്ട് വൃത്തിയാക്കാനില്ല, കുറേയൊക്കെ അവിടുന്ന് നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ കൊടുത്തപ്പോൾ തന്നെ അവർ മാക്സിമം വൃത്തിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ പെടാത്ത 2-3 സാധനങ്ങൾ തന്നെ. അതിപ്പോൾ നസീം ഇവിടുന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. ഈ വലിയ മീൻ ആവോലി, അതിൻ്റെ ചെറുത് അമൂറ്, പിന്നെ ലോബ്സ്റ്റർ. ഇതേതാ പറഞ്ഞ ഈ ഷാഫി എന്ന് പറഞ്ഞ മീന്. നേരെ ഇവിടുന്ന് മസാല തേച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി അല്ലേനിക്കാണ് പോകുന്നത്. 2 ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇനി 2 ആൾക്കാരോട് ഇതിലേക്ക് കൂടി ചേരാനുണ്ട്. ഞാൻ അതിൻ്റെ അടിയിൽ കൂടി പച്ചക്കറി കഴുകുന്നുണ്ട്. നസീം അവിടെ മീനൊന്നും കൂടി നന്നായിട്ട് മസാല തേക്കാൻ വേണ്ടി മാക്സിമം ഒന്നുകൂടി ക്ലീൻ ആക്കുന്നുണ്ട്. ഷാഫി മീൻ എന്ന് പറഞ്ഞ മീന് നമ്മള് മസാല ഒന്നും വല്ലാണ്ട് തേക്കാതെ ഇത് നാരങ്ങ പൊഴിഞ്ഞ് കുരുമുളക് കൂടി ഇട്ടുകാണ്ട് തിരുന്നാളെ മറ്റേ ജെയ്ത്തൂൻ്റെ എണ്ണയിലിട്ടൊന്ന് മിക്സ് ചെയ്തുകാണ്ട് നമ്മൾ കോയിൽ പൊയിഞ്ഞ് വെക്കുകയാണ്. അത്രേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യണില്ല. വേറെ ഒരു മസാലയും വേണ്ടെന്നാണ് നസീം പറഞ്ഞത്. ഇത് കണ്ട ചെയ്, ഇത് ഫുള്ള് മീനാണ്. ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ട ചെയ്. വേണ്ടി വരും. അപ്പൊ ഇപ്പൊ വിളിച്ചത് ജബ്ബാറാണ് കേട്ടോ. ജബ്ബാറും ജാവേദും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരും, അല്ലാണ്ട് ഇതൊക്കെ തീരൂല. അപ്പൊ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്പെഷ്യൽ കൂട്ടിട്ട ചാച്ചാ മാച്ചി ഹെർബൽ മസാല. ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. ഇതിനൊരു രഹസ്യക്കൂട്ടാണ്. ഇതിൻ്റെ രഹസ്യക്കൂട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല. അതുപോലെ ഏകദേശം 3 കിലോനോണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ മീനാണ്. അടുക്കള മൊത്തത്തിൽ എരപ്പായിട്ടുണ്ട് പോകും. ആണുങ്ങൾ അടുക്കളയിൽ കയറിയാൽ ആന കരിമ്പത്തോട്ടത്തിൽ ചെന്ന മാതിരിയാണെന്ന് പറഞ്ഞ പോലെയാണ്. ഒക്കെ പാക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മളെ കാര്യപ്പെട്ടൊരു മസാല അതിൻ്റെ മുകളിൽ വിതറാൻ വേണ്ടി മറന്നുപോയി. ഇപ്പോൾ വീണ്ടും പൊടിച്ചിട്ട് വീണ്ടും വിതറിയിട്ട ഏതാ മസാല. തെർമോക്കോളിൻ്റെ ബോക്സിലൊക്കെ വെച്ച് തണുപ്പ് പോകാതെക്കാൻ വേണ്ടി ഒരു 2 കവറിൽ നിറച്ച് ഐസ് ഇട്ടിട്ടാണ്. അപ്പോൾ വ്ളോഗർ ഒന്ന് മാറിയിട്ടുണ്ട്. എൻ്റെ ഇതിലൊന്നും കാണുന്നില്ല. ഇതിന് നല്ല വെളിച്ചം വേണം. ദ ജബൽ ഹഫീദ് മൗണ്ടൻ. അടുത്ത പരിപാടി ഇതായി മലൻ്റെ മുകളിൽ നേരെ ഇറങ്ങിയിട്ട് നമുക്ക് കൊണ്ടുവന്ന മീൻ ഉണ്ടല്ലോ അതൊക്കെ ഗ്രില്ല് ചെയ്യണം. ഒരു ടെൻ്റൊക്കെ ഓപ്പൺ ആക്കിയാണ് ഇവിടെ. ജബൽ ഹഫീദിൻ്റെ അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് പാർക്കിൽ വന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്കിൽ ടെൻ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാനുള്ള സംഗതികൾ ഇതാ ജബ്ബാറും നസീമും എല്ലാവരും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാറി മാറി. ആ അപ്പോൾ മീന് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലട്ടോ. ഇവിടെ കനല് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം നല്ല തണുപ്പുണ്ട് ഇവിടെ. നല്ല കത്തിനോടത്തും കൂടെ ഉണ്ടോ. അപ്പോൾ നമ്മളെ മീൻ തൊട്ട് അടുപ്പത്ത് വെക്കാൻ പോകണം. ഒരു ക്യാമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളായിട്ടോ ഞങ്ങൾ പറഞ്ഞത്. ചെയറുണ്ട്, പിന്നെ 2 ടെൻ്റ് ഉണ്ടായി, ഒരു 5-6 മീനുണ്ട്,
റൊട്ടി, പിന്നെ ഹുമ്മൂസ്, A to Z സംഗതി നമ്മളിങ്ങനെ പോരിൻ്റെ അനുസരിച്ച് ഓരോന്ന് വാങ്ങിക്കൂട്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ എല്ലാതും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മാത്രം നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലത്തെ സ്ഥലങ്ങൾ, അടുപ്പുകൾ അവിടെ ഉണ്ട്, ആ മൂലക്കലുണ്ട്, അവിടെ ഒക്കെ ഉണ്ട്. ഓരോ ഏരിയയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ മസാല ഒന്നും ഇല്ലടാ. ഉപ്പും എണ്ണയും മാത്രമേ ഉള്ളൂ. ഷാഫി ഞങ്ങളിങ്ങനെ ചുടുന്ന സമയത്ത് മറ്റേ കടുകപ്പാര ഏറ്റവും ചൂടാൻ വേണ്ടി പറഞ്ഞു. അന്ന് കുറച്ച് മത്തി ഇതേപോലെ മഞ്ഞളും ഉപ്പും മാത്രമേ ടേസ്റ്റ്. മത്തിക്ക് ഡിമാൻഡ്. ഇതാണ് കിലോന് 40 റുപ്യം വരും, ഇപ്പോൾ 4 റുപ്യം വരും. ഷാഫി നല്ല അറബികൾ കഴിക്കും, എന്തോ പവറുള്ള സാധനമാണ്. നമ്മളെ മീൻ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ജബൽ ലഫീത്ത്. യെസ്, അല്ലൈനിൻ്റെ ഒരു കാര്യപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ജബൽ ലഫീത്ത്. പക്ഷെ ഇന്നിപ്പോൾ വീക്കെൻഡ് അല്ലാത്തത് കൊണ്ട്, ദിവസം ആയതുകൊണ്ട് വലിയ റഷില്ല. നല്ല സമാധാനത്തിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്യാം. നമ്മളെ സുഹൃത്ത് ഫയാസിനെ കാണാൻ വേണ്ടി നമ്മൾ വന്ന്, നമ്മുടെ ജാവേദ് വിസിറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കൂടാന്നുള്ള തീരുമാനത്തിൽ നമ്മൾ വളരെ ഉഷാറായിട്ട് ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഗംഭീരമായ ചായയോട് കൂടിയിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ ആ ഫിഷ് അങ്ങോട്ട് പൊട്ടിക്കും. സ്മെല്ലടിക്കാൻ തുടങ്ങിട്ടോ. നമ്മളെ വെള്ളം തിളക്കണ്ട. ഉണ്ടാക്കുന്ന നല്ല ശുദ്ധമായ സുലൈമാനിയാണ്. സുലൈമാനി, നല്ല ലൈറ്റ് സുലൈമാനി. യെസ്. ഇങ്ങനെ കൊടുത്തൂടെ? ഇതേപോലെ ഞാൻ ഓനോട് പറയണതാണ്, തണുപ്പത്ത് എന്താല്ലേ നല്ല ചൂട് സുലൈമാനി. അടുത്ത 2 മീനും കൂടി നമ്മൾ വീണ്ടും പുതിയത് വെച്ച് നമ്മൾ വലിയ മീൻ അവിടെ കിടക്കുന്നുണ്ട്. ലോബ്സ്റ്ററും കൂടി നമുക്ക് വേവിക്കാണ്ട്. ആർക്ക് നോക്ക്. അതുപോലെ എടുത്തിട്ടോ. ഒന്ന് വെറുതെ തുറന്നു നോക്കിയാ വെന്തുകണ നോക്കിയാ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സംഗതി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ആയത് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളത് കഴിച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ ഉള്ള ഏകദേശം വേവുന്നാണ് വിചാരിക്കേണ്ടത്. മീനൊക്കെ അവിടെ എടുത്ത് വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ അറ്റാക്കിങ് തുടങ്ങാൻ പോവാണ്. ഒന്ന് തള്ളിയ കാണാൻ എത്തണില്ല. അടുത്ത മീൻ പൊളിച്ചു. നല്ല മസാല പിടിച്ചടാ. അടുത്ത് ലോബ്സ്റ്റർ വെന്തകണടാ. അയക്കണടാ. അത് ആ മസാല ഒന്നായിട്ട് കൗത്തിക്കല്ലായിരുന്ന. നമ്മള് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ടായിരുന്നു നമ്മൾ കഴിച്ചില്ലേ. ഒക്കെ ക്ലീനാക്കി വേസ്റ്റൊക്കെ കൊണ്ടിട്ടത്. ആ വേസ്റ്റ് ബോക്സ് കൊണ്ടിട്ട് നല്ല തണുപ്പ്. സമയം എത്രയാണ് ഇപ്പോൾ? 12 മണി. കറക്റ്റ് 12 മണി കേട്ടോ. നല്ല തണുപ്പാണ്. കൈയൊക്കെ മരവിച്ചോയി. ഇപ്പോൾ ഏകദേശം 1 മണി 1:30 ഞങ്ങളിപ്പോഴും പോയിട്ടില്ല. പഴയ കഥകളങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു ക്യാമ്പിങ്ങിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു.